പിന്നെ ആരായിരിക്കും ദൈവം? ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചാതീതനായ ഒരു ദൈവം. ഞങ്ങളൊക്കെ കുറച്ച് വിശ്വസിക്കുന്നതാ, എന്റെ ജീവവായു നിയന്ത്രിക്കുന്നതാരോ അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവവായു നിയന്ത്രിക്കുന്നവൻ. എന്റെ ദൈവം എന്റെ ജീവനാഡിയേക്കാളും അടുത്തവനാണ് നരേന്ദ്രമോദിയുടെയും. നരേന്ദ്രമോദിയുടെ ജീവനാഡിയേക്കാൾ അടുത്ത ആ ദൈവം തന്നെയാണ് എന്റെ ദൈവവും. പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം. വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. എന്റെ ദൈവത്തെ പൂജാമുറിയിൽ കൊണ്ടുവെക്കാൻ കഴിയില്ല. എന്റെ ദൈവത്തെ ക്ഷേത്രത്തിന് ഉള്ളിലെ പ്രതിഷ്ഠയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. ഇല്ല. സത്യാർത്ഥ പ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി അതിൽ പറയണേ, ബിംബം വെക്കുന്നതാരാ? വിവരമില്ലാത്തവരാണ്. ഞാനല്ല കേട്ടോ. ജ്ഞാനികൾ ബിംബത്തെ വെക്കില്ല. മുസ്ലിങ്ങൾ പണ്ടേ ജ്ഞാനികളാണ്, അതുകൊണ്ട് അവർക്ക് ബിംബമില്ല. സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് വിവരമുള്ള ബിംബം വെക്കൂല. ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം. കാരണം എന്താ അറിയോ? യജുർവേദം നിങ്ങളുടെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഞാൻ നെറ്റിൽ ചാറ്റ് GPT എടുത്തിട്ട് യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. എടുത്തു നോക്ക്. ബ്രിങ് ദ എവിഡൻസ്, കുൽ ഹാതു ബുർഹാനക്കും. തെളിവെവിടെ? തെളിവെവിടെ? സത്യം എവിടെ? ചോദിക്കും നിങ്ങൾ ഞങ്ങളോട്. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന എല്ലാറ്റിനും, മതപരമായി നിങ്ങൾ ചോദിക്കുന്ന എല്ലാറ്റിനും. അതൊരു ധൈര്യമല്ലേ? അത് ധൈര്യം തന്നെയാണ്. അതെന്താ ധൈര്യം? അത് അറിവിന്റെ ധൈര്യമാണ്, പഠിച്ചതിന്റെ ധൈര്യം.